കൊല്ലം മൈനാഗപ്പള്ളിയിൽ 2 മുസ്ലിം സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ കോൺഗ്രസ് നേതാവ് ബിജെപി നേതാവിന് കൊട്ടേഷൻ നൽകി. ഇരുവരും വെല്ലുവിളിച്ച് നടത്തിയ ഡീലിന്റെ ശബ്ദരേഖ കൈരളി ന്യൂസിന് കോൺഗ്രസ് നേതാവ് കാഞ്ഞിരംവിള അജയകുമാറും യുവമോർച്ച കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അഖിൽ ശാസ്താംകോട്ടയുമാണ് ഡീൽ നടത്തിയ നേതാക്കൾ. ആദ്യം ഓഡിയോ സംഭാഷണത്തിലേക്ക്. അജയനെ വിളിച്ച് എന്നാ നമുക്ക് നൗഷാനെ തോപ്പിക്കണം അല്ലെങ്കിൽ ഷാജാനെ തോപ്പിക്കണം, ഞാൻ എന്നോട് വന്ന് വിളിച്ച് പറഞ്ഞായിരുന്നോ? അജയന ഇതേത് അജയന പറഞ്ഞ കാര്യം ഏത് കോടതിയിലും എവിടെ ഞാൻ പറയും. എന്നോട് 6:30 അണ്ണൻ വന്ന് പറഞ്ഞ കാര്യമാണ്. അണ്ണൻ പറഞ്ഞ കാര്യം പറയാം. അണ്ണൻ എന്നെ പറഞ്ഞ 2 മേത്തമാരെ തോപ്പിക്കണം പറഞ്ഞു. 2 മേത്തമാരെ, ഒന്ന് ഷാജഹാനെ, ഒന്ന് തുണ്ടിൽ നൗഷാൻ തോപ്പിക്കണം. പിന്നെ എന്നെ കളത്താക്കുന്നു. അണ്ണൻ എന്നെ കളത്താക്കുന്നത്. അണ്ണൻ 2 മേത്ര അണ്ണന് ഇഷ്ടപ്പെട്ട 1 മേത്ര തോപ്പിച്ചല്ലോ. ആ മറ്റേ മേത്തന് ഞാനന്ന് സാധാരണ തീർത്തിയത്. അവരെ ഞാൻ ജയിപ്പിക്കുന്ന കടമ എനിക്കോട്ടായിരുന്നു. അതുകൊണ്ട് ജയിപ്പിച്ചു. അണ്ണൻ വിചാരിച്ച പോലും അണ്ണൻ വിചാരിച്ച ഒരു തുണ്ടിന്റെ ആവശ്യം തോക്കത്തില്ല. 19 കണ്ട് അണ്ണൻ വിചാരിച്ച പോലെ തുണ്ടിന്റെ ആവശ്യം നോക്കത്തില്ല. അണ്ണന് തോന്നല. അണ്ണന്റെ തോന്നല. 19 പാർട്ടിയിൽ നായന്മാരുടെ വോട്ട് കൊണ്ട് ഞാൻ ജയിപ്പിക്കും. പിന്നെന്തിനാ ഈ സാധാപ്പെട്ട എന്നെ കരുവാക്കുന്നത്? ഞാൻ ഒരു സാധാ പ്രവർത്തനാണ്. അണ്ണൻ എന്നോട് പറഞ്ഞ് 2 മേത്തന്മാരെ എനിക്ക് തോപ്പിക്കണോ പറഞ്ഞു. അണ്ണൻ എന്നോട് പറഞ്ഞതാ വണ്ടി എന്നോട് പറഞ്ഞു കാർ കേരള 2 മേത്തരെ തോപ്പിക്കണമെന്ന് പറയണത്. പിന്നെ എന്നെ കളത്താക്കുന്നു. അണ്ണൻ എന്നെ കളത്താക്കുന്നത്. രാജ്കുമാർ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാജ്കുമാർ, അതായത് 2 മുസ്ലിം സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാനാണ് കോൺഗ്രസ് നേതാവ് ബിജെപി നേതാവിന് കൊട്ടേഷൻ നൽകിയത്. ആ ശബ്ദ സന്ദേശമാണ് കൈരളി ന്യൂസ് ഇപ്പോൾ പുറത്തേക്ക് വിടുന്നത്. ഈ കൊട്ടേഷന് 2 ലക്ഷം രൂപ ഡീലായി ഈ കൊട്ടേഷന് നൽകിയതായിട്ടുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. സാധാരണ ഈ കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമുക്കിത് ഏറ്റവും ഇത് അറിയാവുന്ന ഒരു കാര്യം കൂടിയാണ്. ഇടതുപക്ഷം കൃത്യമായി കണക്കുകൾ പുറത്തുവിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും കൊല്ലത്താണെങ്കിലും പല ജില്ലകളിലും BJP എങ്ങനെ ജയിക്കുന്നു അല്ലെങ്കിൽ കോൺഗ്രസ് എങ്ങനെ ജയിക്കുന്നു എന്നുള്ളതിൻ്റെ കണക്കുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. എല്ലാവരും ചോദിക്കുന്നത് ഈ UDF, അതായത് കോൺഗ്രസും BJPയും തമ്മിൽ ലീഡുണ്ട്, ലീഗും BJPയും തമ്മിൽ ഡീലുണ്ട്, ഇതിനെന്താണ് തെളിവ്? ഇത് സാധാരണ ഇടതുപക്ഷം എപ്പോഴും ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് മാത്രമാണ് പറഞ്ഞത്. പക്ഷേ ഇതപ്പോൾ ആരോപണത്തിനുള്ള ഒരു തെളിവ് കൂടിയാണിത്. ഇത് കാഞ്ഞിരംവിള അജയകുമാർ കഴിഞ്ഞ ദിവസം ഈ യുവമോർച്ചയുടെ കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അഖിലിനെ വിളിച്ച് സംസാരിക്കുന്നതിൻ്റെ അവരുടെ ആ ശബ്ദരേഖയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ഇത് ഈ ശബ്ദരേഖ അവരുടെ അല്ലെങ്കിൽ അവരത് നിഷേധിക്കട്ടെ. ഇതിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, കോൺഗ്രസിലെ 2 മുസ്ലിം സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കണമെന്ന് കാഞ്ഞിരംവിള അജയകുമാർ ഈ അഖിലിനോട് ആവശ്യപ്പെടുന്നു. അതിന് പണം നൽകിയതായിട്ടൊക്കെ ഒരു സൂചന ലഭിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് കൃത്യമായി നമ്മുടെ കയ്യിൽ തെളിവില്ലാത്തതുകൊണ്ട് നമ്മളത് ഓൺ ചെയ്യുന്നില്ല. പക്ഷേ അങ്ങനെ ഒരു ആരോപണം ഇപ്പോൾ സമൂഹത്തിൽ അവിടെ ഈ BJP നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസ് നേതാക്കളും ഒക്കെ നമ്മളോട് പറഞ്ഞു. പക്ഷെ അവരാരും ക്യാമറയ്ക്ക് മുന്നിൽ വന്നത് പറയാൻ തയ്യാറുമല്ല. കൂടുതൽ തെളിവുകൾ നമ്മുടെ പക്കലുണ്ട്. അതിപ്പോഴല്ല, ഇനിയും നമ്മൾ ഏതെങ്കിലും ആവശ്യമായ ഘട്ടത്തിൽ നമ്മൾ അതൊക്കെ പുറത്തുവിടേണ്ടി വരും. ഇപ്പോഴല്ല, തൽക്കാലം നമ്മൾ ഈ ഒരു കാര്യത്തിലാണ് നമ്മൾ ഇപ്പോൾ ഈ ശബ്ദരേഖ വഴി നമ്മൾ ഈ ജനങ്ങളോട് പറയുന്നത്. കോൺഗ്രസും ലീഗും തമ്മിൽ കോൺഗ്രസും BJPയും തമ്മിൽ ഇതുപോലെ കൊല്ലം ജില്ലയിൽ പല സ്ഥലങ്ങളിലും പല വാർഡുകളിലും ഇതേപോലെ ഉണ്ട്. ഇപ്പോൾ പരവൂർ ഇതിൽ തന്നെ നമുക്ക് ഇതിനകത്ത് പറഞ്ഞാൽ ശാസ്താംകോട്ട പഞ്ചായത്ത് LDF ആണ് ജയിച്ചത്, മൈനാഗപ്പള്ളി പഞ്ചായത്തും LDF ആണ് ജയിച്ചത്. അതായത് ശാസ്താംകോട്ട മനക്കര പടിഞ്ഞാറ് 14-ാം വാർഡിൽ 3-ാം സ്ഥാനത്തെത്തി ഈ പറയുന്ന യുവമോർച്ച നേതാവ്. അതേസമയം 19-ാം വാർഡ് പള്ളിശ്ശേരിയിൽ, ഈ ശാസ്താംകോട്ടയിൽ തന്നെ 19-ാം വാർഡ് പള്ളിശ്ശേരിയിൽ കിഴക്ക് അവിടെ തുണ്ടിൽ നൗഷാദ് ജയിച്ചു. ഈ തുണ്ടിൽ നൗഷാദിനെയാണ് യുവമോർച്ച നേതാവ് ജയിപ്പിച്ചു, നായരുടെ വോട്ട് വെച്ചിട്ടാണ് ഞാൻ ജയിപ്പിച്ചു എന്ന് അയാൾ അവകാശപ്പെടുന്നത്. ഒപ്പം തന്നെ മൈനാഗപ്പള്ളി വേങ്ങ വടക്ക് 7-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി വൈ ഷാജഹാൻ തോറ്റു. ഈ വൈ ഷാജഹാനെയും അതുപോലെ തുണ്ടിൽ നൗഷാദിനെയും തോൽപ്പിക്കണമെന്നായിരുന്നു കാഞ്ഞിരംവിള അജയകുമാർ ഈ ശബ്ദരേഖ അനുസരിച്ചാണെങ്കിൽ ഈ യുവമോർച്ച നേതാവിന് കൊട്ടേഷൻ നൽകിയത്. അതിൽ അദ്ദേഹം തന്നെ പറയുന്നു, ഈ 2 സ്ഥാനാർത്ഥികളിൽ ഈ വൈ ഷാജഹാനെ ഞാൻ തോൽപ്പിച്ചു, അതേസമയം തുണ്ടിൽ നൗഷാദിനെ എനിക്കൊരു വാശിയായിരുന്നു ജയിപ്പിക്കണമെന്ന്, അതുകൊണ്ടാണ് ഞാൻ ജയിപ്പിച്ചത്. അത് അണ്ണം വിചാരിച്ചാലൊന്നും അവിടെ തോൽപ്പിക്കാൻ കഴിയില്ല, നായന്മാരുടെ വോട്ട് കൊണ്ടാണ് ഞാൻ ജയിപ്പിച്ചു എന്ന് അദ്ദേഹം ആ ശബ്ദരേഖയിൽ പറയുന്നത് നമുക്ക് കേൾക്കുകയും ചെയ്യാം. ഇപ്പോൾ നിലവിൽ ഈ കൊല്ലം ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിലും ഇതേ സമാന പ്രശ്നങ്ങളുണ്ട്. ഇതിൽ പരവൂർ കുറുമണ്ഡൽ, അതായത് CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടിയായിട്ടുള്ള K. സേതുമാധവനെ
അവിടെ BJPയുടെ സിറ്റിംഗ് സീറ്റ് പിടിക്കാനായിട്ട് പഴയ ഈ CPMന്റെ സീറ്റായിരുന്നു അത്. ഈ വനിതാ സംവരണം വന്നതിന് ശേഷമാണ് നമുക്ക് CPMന് അവിടെ ആ സീറ്റ് നഷ്ടപ്പെട്ടത്. തിരിച്ചു പിടിക്കാൻ വേണ്ടി സേതുമാധവനെ നിർത്തി. വെറും 20 വോട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അവിടെ ലഭിച്ചത്. ബാക്കി വോട്ട് മുഴുവനും BJPക്ക് മറിച്ച് നൽകി BJPയുമായി ഡീൽ ഉറപ്പിച്ചു. ഈ സമാനമായ സംഭവം ചാത്തനാംകുളത്തുമുണ്ട്. ചാത്തനാംകുളത്ത് SDPIക്ക് കോൺഗ്രസ് അവിടെ വോട്ട് മറിച്ച് നൽകി. ആ നിലയിലാണ് അവിടെ ജയിപ്പിച്ചത്. അറുന്നൂറ്റിമംഗലത്തും സമാനമായ സംഭവമുണ്ട്. അവിടെയും കോൺഗ്രസ് പ്രവർത്തകർ BJP സ്ഥാനാർത്ഥിക്ക് വോട്ട് മറിച്ച് നൽകി. ഇടതുപക്ഷത്തിന്റെ കോട്ടയെന്നറിയപ്പെടുന്ന അറുന്നൂറ്റിമംഗലത്ത് CPMനെ അവർ പരാജയപ്പെടുത്തി. ഈ നിലയിൽ എല്ലാ സ്ഥലത്തും ഡീൽ ഉള്ളെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇപ്പോൾ ഈ മൈനാഗപ്പള്ളി ശാസ്താംകോട്ട പഞ്ചായത്തിലെ ഈ രണ്ട് നേതാക്കൾ തമ്മിലുള്ള ഈ ശബ്ദരേഖ.